എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാക്കനാട് ടൗണിൽ തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് വാഴക്കാല എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. നല്ല വീതി കൂടിയ മുനിസിപ്പാലിറ്റി റോഡ്, രണ്ട് സൈഡും റോഡ് ലഭിക്കുന്ന വിധത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ രണ്ട് ഫേസാണ് ഈ വീടിന് വരുന്നത്. അത് നമുക്ക് കാണാം. രണ്ട് മെയിൻ ഗേറ്റുകളാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും റോഡ് വരുന്നതിനാൽ രണ്ട് സൈഡിലും മെയിൻ ഗേറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ മാത്രം ദൂരവും പാലാരിവട്ടത്തേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 7 സെൻറ്റിൻ്റെ അടുത്ത് ഒറിജിനൽ ലാൻഡിൽ 3350 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട്ടിൽ 5 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KWA കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഗേറ്റ് സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ടെക്സ്റ്റർ വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച കോമ്പൗണ്ട് വാളും നമുക്കിവിടെ ലഭ്യമാണ്. ഏവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള മനോഹരമായ എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കിണർ വെള്ളം നമുക്ക് കിണറിൽ കാണുന്നുണ്ട്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിങ്ങും നമുക്കിവിടെ ലഭ്യമാണ്. മാത്രമല്ല വീടിൻ്റെ സൈഡ് വശങ്ങളിലായി ടോട്ടൽ ഒരു 5 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്തകത്ത് കടക്കുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു എൻട്രൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാണ്. നല്ല വെളിച്ചം എപ്പോഴും വീടിനകത്തേക്ക് ലഭിക്കുന്ന വിധത്തിൽ വിൻഡോകൾ ധാരാളം നൽകി തന്നെയാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. രണ്ട് സൈഡിലേക്കും TV തിരിക്കാവുന്ന വിധത്തിലുള്ള മനോഹരമായൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ലിവിങ് സ്പേസാണ്. ഒരു ഫാമിലി ലിവിങ്ങും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ രണ്ടാമതായി കടന്നു ചെല്ലുന്ന ഇവിടുത്തെ മറ്റൊരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. വേണമെങ്കിൽ ഡൈനിങ് സ്പേസുമായി ഉപയോഗിക്കാവുന്നതാണ്. മനോഹരമായ രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ മോഡലിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. പഴയ തറവാട് വീടുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള സീലിംഗ് ആണ് ഈ വീടിന് വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസും നൽകിയിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകളും LED വാം ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് കൗണ്ടറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിൽ ഒരു ട്രഡീഷണൽ ടൈപ്പിൽ തന്നെയാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വാഷ് കൗണ്ടർ ചുറ്റും ധാരാളം കബോർഡ് വർക്കുകൾ മൾട്ടിവുഡ് മെറ്റീരിയൽസിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ്. മനോഹരമായ രീതിയിലാണ് ഓരോ വർക്കുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമേറി തന്നെയാണ് നമുക്കിവിടെ ഒരു ഫീൽ ചെയ്യുന്നത്. 3350 സ്ക്വയർ ഫീറ്റ് തന്നെ ഈ വീടുണ്ട്. ഇവിടുത്തെ കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. കിച്ചൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. മനോഹരമായ രീതിയിൽ തന്നെയാണ് കിച്ചൺ ഒരു വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിലുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്.
കിച്ചൻ്റെ ബാക്ക് വശത്തെ അത്യാവശ്യം സ്പേസ് വരുന്നതിന് ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള പ്രൊവിഷനും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കാക്കനാട് അടുത്തുള്ള വാഴക്കാലയിലെ മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്നും എറണാകുളം ഹൈക്കോർട്ടിലേക്ക് ഒരു 10 കിലോമീറ്ററോളം ദൂരവും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്ററോളം ദൂരവുമാണ് വരുന്നുള്ളൂ. നമുക്കിനി ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടിയുള്ള സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഈ ബാത്റൂമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണം എല്ലാം ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളും LED വാം ലൈറ്റുകളും നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വാളുകളിൽ പർഗോളകൾ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ട്രഡീഷണൽ ടൈപ്പിൽ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ ലഭ്യമാണ്. നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു വീടാണ്. എല്ലാ മെറ്റീരിയൽസും നല്ല ബ്രാൻഡഡ്, ഏതാണ്ട് 10 വർഷം 7 വർഷം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ച്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു ഏരിയയിലേക്കും ഈസിയായി കടന്നു പോകാവുന്ന നല്ല ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു 3ാമത്തെ നില നിർമ്മിക്കാനുള്ള ഒരു സ്ട്രോങ്ങിൽ തന്നെയാണ് ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയയും നമുക്ക് ലഭ്യമാണ്. നമുക്കിനി ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ അളവിൽ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡോറുകളെല്ലാം വുഡിൽ തീർത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഫോർത്ത് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നല്ല ഗ്യാരണ്ടിയോട് കൂടിയ മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്.
മനോഹരമായ രീതിയിൽ 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബാൽക്കണിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് ഡ്രൈനായി ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടിന് ചുറ്റും തന്നെ നല്ല ഭംഗിയിലുള്ള വലിയ വലിയ വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതാണ്ട് 7 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 3350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി ഒരു സ്റ്റഡി റൂമായും ഏതാണ്ട് 5 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്ന കിണർ വെള്ളവും KWA കണക്ഷൻ വാട്ടർ സോഴ്സിനായി വരുന്ന മനോഹരമായ സിറ്റിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 2.5 കോടി രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ ഓണറുമായി ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുവാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഒയാസിസ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.